+2 കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് 3 years ഇൻറ്റിഗ്രേറ്റഡ് ഡിഗ്രി പ്ലസ് IAS പ്രോഗ്രാം. അതിൽ നമ്മൾ പിന്നെ ഡിഗ്രിയോടൊപ്പം IAS അല്ല, ഈ IAS പ്രിപ്പറേഷനോടൊപ്പം ഡിഗ്രിയും കൂടി ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. അത് നമ്മൾ ഡിഗ്രി ജസ്റ്റ് പാസ് ആയാലും IAS എഴുതാൻ വേണ്ടി പറ്റും. പക്ഷേ അതേ സമയത്ത് തന്നെ ഇവർക്ക് ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം ഹയർ സ്റ്റഡീസിന് പോകണമെങ്കിൽ ഹയർ സ്റ്റഡീസിനും പോവാം. പിന്നെ ഈ കോഴ്സിന് പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പം ഒരു ഡിഗ്രി ലെവലിലല്ല ഇവർ പ്രിപ്പയർ ചെയ്യുന്നത്, ഒരു സിവിൽ സർവീസ് ലെവലാണ് പ്രിപ്പയർ ചെയ്യുന്നത് +2 കഴിഞ്ഞ ഉടൻ തന്നെ. അപ്പം ഈ സെക്കൻഡ് ഇയേഴ്സ് ഒക്കെ ആവുന്ന സമയത്ത് തന്നെ ഇവർ മറ്റുള്ള പല കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസ് ആയിട്ടുള്ള എഴുതാൻ തുടങ്ങും. എക്സാം ഈ +2 യോഗ്യത എഴുതാൻ പറ്റുന്ന ഒരുപാട് എക്സാംസ് ഉണ്ട്, സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഡിഗ്രി കഴിയുന്നതിന് മുന്നേ തന്നെ അവർക്ക് ഒരു കുറച്ച് ഗവൺമെൻറ് ജോബ്സ് 3-4 ഗവൺമെൻറ് ജോബ്സ് ഓൾറെഡി അവരുടെ കയ്യിലുണ്ടാവും. പക്ഷേ ഡിഗ്രി ഫൈനൽ എത്തി കഴിയുമ്പം ദേ ആർ എലിജിബിൾ ടു റൈറ്റ് സിവിൽ സർവീസ് എക്സാമിനേഷൻ. വളരെ യങ് ഏജിൽ 21 years ആണ് ഈ എക്സാം എഴുതാൻ വേണ്ടിയിട്ടുള്ള മിനിമം ഏജ് എന്ന് പറയുന്നത്.